ഇന്നത്തെ പുതിയ ഡെവലപ്മെന്റ്സുകൾ എന്താണെന്ന് പറഞ്ഞാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയ്ക്ക് ഒരു വിധത്തിൽ ധാരണയായിരിക്കുകയാണ്. ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞു. ഒമാനിൽ വെച്ചിട്ട് ചർച്ച നടക്കും. പക്ഷേ ഇസ്രായേലിന്റെ ഇന്റർഫറൻസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്റ്റീവ് വിറ്റ്കോഫ് ഓൾറെഡി തന്നെ ഇസ്രായേലിലായിരുന്നു, ഇപ്പോഴും ഇസ്രായേലിലാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ധാരണകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുൻവിധികളുണ്ടോ എന്ന് ചോദിച്ചാൽ മുൻവിധികളുണ്ട്. മുൻവിധികളോടുകൂടി തന്നെയാണ് ചർച്ചയ്ക്ക് മുന്നോട്ട് പോകുന്നത്. ഈ ചർച്ച ഒരു സൈഡിൽ നടക്കുമ്പോഴും ഇറാൻ അവരുടെ അഗ്രസീവായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അതേസമയം അമേരിക്കയുടെ സൈഡിൽ മിഡിൽ ഈസ്റ്റിൽ ഇത്തരത്തിലുള്ള വെപ്പൺ ശേഖരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ രീതിയിലാണ് ഇത്തവണ അമേരിക്ക ആയുധങ്ങൾ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്നുള്ള ഒറ്റൊരു രാജ്യം തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചർച്ച ഏതെങ്കിലും തരത്തിൽ പാളിയാൽ 1-2 ദിവസം, മാക്സിമം 48 hours അല്ലെങ്കിൽ ഒരു 72 hours ടൈം ലൈൻ കൊടുക്കാനാണ് സാധ്യത ചർച്ച പരാജയപ്പെട്ടാൽ. കാരണം ഇന്നലെ തന്നെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, ആയത്തുല്ല അലി ഖമനേയി ദുഃഖിക്കും ചർച്ചയ്ക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ. കാരണം ഈ ചർച്ച നടത്തേണ്ട സ്ഥലത്തിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു. ഇറാൻ ആദ്യം പറഞ്ഞിരുന്നു ഇസ്താൻബുൾ ഓക്കെയാണ്, തുർക്കിയിൽ വെച്ച് ചർച്ച നടത്താമെന്ന് പറഞ്ഞിരുന്നു. രണ്ടാമത് ഒമാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവസാനം ഫൈനലൈസ് ചെയ്ത് ഒമാൻ എന്ന് പറഞ്ഞിട്ട് തീരുമാനം എടുത്തു. ആ സാഹചര്യത്തിൽ വീണ്ടും ഞങ്ങൾ തുർക്കിയിലേക്ക് വന്ന് ചർച്ച നടത്താം എന്നുള്ള ഇറാന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഗണ്ണിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈഡിൽ നിന്നും ട്രംപ് പറഞ്ഞത് ഒമാനിൽ വെച്ച് ചർച്ച നടത്തിയാൽ മതി, ഇനി ഒമാനിലേക്ക് ചർച്ചയ്ക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആയത്തുല്ല അലി ഖമനേയി ദുഃഖിക്കേണ്ടി വരും എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി ഞങ്ങൾ ഒമാനിൽ വന്ന് ചർച്ച നടത്താൻ തയ്യാറാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തിറക്കിയത്. അതിനെ തുടർന്ന് ഇന്ന് വെള്ളിയാഴ്ച ഒമാനിൽ വെച്ചിട്ട് ചർച്ച നടത്താൻ തീരുമാനമായി. സ്റ്റീവ് വിറ്റ്കോഫ് വരും, ജറാദ് കുഷ്ണർ ഉണ്ടാവും, അതുപോലെ തന്നെ ഇറാന്റെ സൈഡിൽ നിന്ന് അബ്ബാസ് അറക്ചി ഉൾപ്പെടെയുള്ള ഇറാനെ ലീഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ചർച്ച പുരോഗമിച്ച് മുന്നോട്ട് പോകുമോ, അത് പോസിറ്റീവായിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ അൽ ജസീറ വളരെ വ്യക്തമായിട്ട് ചില ധാരണകൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ ചർച്ചയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അൽ ജസീറ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ അൽ ജസീറയെ മുഖവിലേക്ക് എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തർ, തുർക്കി, അതുപോലെ തന്നെ ഇറാൻ, ഈ വിഷയങ്ങളിലൊക്കെ അൽ ജസീറ അവരുടെ താല്പര്യം കൃത്യമായിട്ട് വിലയിരുത്തും. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഖത്തർ, തുർക്കി, പാലസ്തീൻ, അതുപോലെ ഇറാൻ, ഈ വിഷയത്തിലൊക്കെ അൽ ജസീറ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവരുടെ സൈഡ് നിൽക്കുന്ന ഒരു മാധ്യമമാണിത്. അപ്പം ഇറാന്റെ വീക്ഷണം എന്താണ്, ഇറാൻ ഏത് മാനസികാവസ്ഥയിലാണ് ഈ ചർച്ചയെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു ഫുൾ ആർട്ടിക്കിൾ അൽ ജസീറ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ മനസ്സ് തന്നെയാണ് കൃത്യമായിട്ട് അൽ ജസീറ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2-3 കീ പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ പോയിന്റാണ് അൽ ജസീറ അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി വരുന്ന 3 വർഷത്തേക്ക് യുറേനിയം എൻറിച്ച്മെന്റ് പാടില്ല. യുറേനിയം എൻറിച്ച്മെന്റ് പാടില്ല എന്ന് പറഞ്ഞാൽ യുറേനിയം ഇറാൻ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പം നിലവിൽ. അവർ എല്ലാ യുറേനിയം എൻറിച്ച്മെന്റും അവർ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഉപയോഗിക്കുന്നത്. അത് ഒരു രാജ്യവും അങ്ങനെ ചെയ്യാറില്ല. ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും പവർ പ്രൊഡക്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. സോഫാർ ഹൈലി എൻറിച്ച്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 60% ആക്കി വെച്ചിരിക്കുന്ന യുറേനിയം ഉണ്ടെങ്കിൽ അത് മൂന്നാമതൊരു രാജ്യത്തേക്ക് മാറ്റണം. അതായത് എയ്തർ റഷ്യ അല്ലെങ്കിൽ തുർക്കിയിലേക്ക് മാറ്റണം എന്നതാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. എന്നാൽ അമേരിക്ക ആണവായുധത്തോടു കൂടി മാത്രം നിൽക്കാണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ലോങ് റേഞ്ച്, അതുപോലെ മോഡറേറ്റ് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഒന്നും തന്നെ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടി വെക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ, ആ പ്രൊട്ടസ്റ്റിൽ പിടികൂടിയ അതിലും പ്രത്യേകിച്ച് ഒരു 870 പേരെങ്ങാണ്ട് തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് വിധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പം ഈ പ്രതിഷേധത്തിൽ പിടിക്കപ്പെട്ട എല്ലാവരെയും റിലീസ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി അമേരിക്ക വെക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന, ഈ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക വരും എന്നുള്ളൊരു വാദം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണല്ലോ അമേരിക്ക വാർഷിപ്പുകളെയും കൊണ്ടുവരുന്നത്. ആ വാഗ്ദാനം പാലിക്കാൻ അമേരിക്ക പ്രതിബദ്ധരാണ്. അപ്പോൾ ആ വാഗ്ദാനത്തിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ട്രംപ് ചില പോയിന്റുകൾ നെഗോസിയേഷനിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. യുറേനിയം പ്രോസസ്സ് വരെ ഇറാൻ നിർത്താൻ തയ്യാറായേക്കാം, പക്ഷേ ബാലിസ്റ്റിക് മിസൈൽ ഒഴിവാക്കണമെന്ന് പറയുന്നത് ഒരിക്കലും ഇറാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും പോയിന്റുകളെല്ലാം തന്നെ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാൻ ഈ ചർച്ചയിൽ ഈ വൺ ടൈം സിറ്റിങ്ങിൽ തീരുന്ന പ്രശ്നമല്ല. അപ്പോൾ ഒന്നെങ്കിൽ അമേരിക്കയ്ക്ക് വീണ്ടും ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അടുത്ത ഘട്ട ചർച്ചയ്ക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ 48 to 72 hours ടൈം ലൈൻ കൊടുത്ത് വീണ്ടും ഇത് വലിച്ചു നീട്ടേണ്ടി വരും. പക്ഷേ അമേരിക്കയുടെ ഉള്ളിൽ ലിൻസി ഗ്രഹാം പോലത്തെ ആൾക്കാരൊക്കെ പറയുന്നത് ഇറാന്റെ ടൈം ലൈൻ അവസാനിച്ചിരിക്കുന്നു, ശരിക്കും ഇനി ചർച്ച നടത്തി കഴിഞ്ഞാൽ ഇത് ലൂപ്പിലിട്ട് ഇങ്ങനെ നീണ്ടു പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ അമേരിക്ക ഇത്രത്തോളം എഫേർട്ട് ഇട്ട് ഇറാനെ വരുതിക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഇത്രത്തോളം വാർഷിപ്പുകളും പടക്കോപ്പുകളെല്ലാം നീക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയിലൂടെ പാളിപ്പോവാനുള്ള ഒരു സാധ്യതയാണ് അവർ കാണുന്നത് അമേരിക്കയുടെ ഉള്ളിൽ. പലരും ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്.
പക്ഷെ അമേരിക്ക ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ടൈം ഇനി വളരെ കുറവാണ് ഇറാന്റെ കയ്യിൽ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഈ ചർച്ചയിൽ എടുത്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇമീഡിയറ്റ് ആയിട്ട് അമേരിക്ക അഗ്രസീവ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്താനും സാധ്യതയുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞ ആ ഏരിയയിൽ വെച്ചിട്ട് 2 ഷാഡോ ഫ്ലീറ്റുകൾ ഫാർസി ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡിന്റെ അടുത്ത് വെച്ചിട്ട് 1 മില്യൺ ലിറ്റർ ക്രൂഡ് ഓയിൽ കപ്പാസിറ്റി ഉള്ള 2 ടാങ്കർ ഷിപ്പുകളെ അവർ സീസ് ചെയ്ത് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്, പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അതായത് അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ആ വാർഷിപ്പിന്റെ കാൽ ചുവട്ടിലൂടെയാണ് ഈ 2 ടാങ്കർ ഷിപ്പുകളെയും ഇറാൻ പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് നാണക്കേടാണ്. IRGCയുടെ നേവൽ ചീഫ് ഓഫ് സ്റ്റാഫ് അഹമ്മദ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ഏരിയയിലൂടെ ഏത് തരത്തിലുള്ള കടത്തൽ നടന്നാലും സ്മഗ്ലിംഗ് നടന്നാലും ഞങ്ങൾ അതിൽ ഇടപെടും, ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും, വേണ്ടി വന്നാൽ ഞങ്ങൾ ആ കപ്പലുകളെ പിടിച്ചുകൊണ്ട് പോകും എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് ഇനിയും ഞങ്ങൾ അത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പിടിച്ചെടുത്ത 2 കപ്പലുകളും അമേരിക്കൻ ഷാഡോ ഫ്ലീറ്റുകളാണെന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അമേരിക്ക ഇതിനെക്കുറിച്ച് ഒരു രീതിയിലും പ്രതികരിച്ചിട്ടില്ല. പിന്നെ ഇന്നലെ ഞാനൊരു മാപ്പ് കാണിച്ചതുപോലെ 5 മെത്തേഡ് ഓഫ് ആക്രമണങ്ങളാണ് അമേരിക്ക പ്ലാൻ ചെയ്യുന്നത്. അതായത് 5 സൈഡുകളിൽ നിന്നും ഇറാനെ ആക്രമിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി. ഇറാൻ കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്തിരുന്നിട്ടുണ്ട്. ഏത് സാഹചര്യത്തിൽ ഏത് ടൈമിലാണ്, ഏത് ടൈം ടു ടൈമാണ് ഈ ഡിസ്ട്രോയർ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വിസിറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ഇറാൻ കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് അവരുടെ സ്പൈ ഡ്രോൺ വെച്ചിട്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ട് 2 എണ്ണ ടാങ്കറുകളെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവാണ് ശരിക്കും പറഞ്ഞാൽ. അത് എത്രത്തോളം ചർച്ചയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രവൃത്തി വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഇതിന്റെ പ്രത്യാഘാതങ്ങളും വളരെ വലുതായിരിക്കും, അതും കൂടി ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണം. എണ്ണക്കപ്പലുകളെയും കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് MQ സ്പൈ ഡ്രോൺ, അമേരിക്കയുടെ MQ സ്പൈ ഡ്രോൺ കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം പലർക്കും ഡൗട്ട് വരുന്നത്, അമേരിക്ക പർപ്പസ്ഫുള്ളി ഈ ഷാഡോ ഫ്ലീറ്റുകളെ കടത്തിക്കൊണ്ട് പോകുന്നത് തടയാതിരുന്നതാണോ എന്നുള്ളൊരു ഡൗട്ട്. കാരണം ഇതൊരു ട്രാപ്പ് ആണോ എന്ന് വരെ ഒരു ഡൗട്ട് ഉണ്ട്. ഇന്നലെ മാത്രം 12 C-17 കാർഗോ എയർക്രാഫ്റ്റ് മിഡിൽ ഈസ്റ്റിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, 12 എണ്ണം. ഇതിൽ പുറമെ ബോയിങ് എയർക്രാഫ്റ്റുകളും വന്ന് ഇറങ്ങുന്നുണ്ട്. ബോയിങ്ങിൽ കൊണ്ടുവരുന്നത് ട്രൂപ്സിനെയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ ഈ മിഷനറീസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ആൾക്കാർ വേണമല്ലോ. അത് മാസീവ് ആയിട്ടുള്ള നമ്പറിൽ തന്നെ അമേരിക്കൻ ട്രൂപ്സിനെ മിഡിൽ ഈസ്റ്റിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഡു ഓർ ഡൈ ടാക്ടിക്സ് ആണ് ഇപ്പം ഇന്ന് നടക്കുന്ന ചർച്ചയിൽ എടുക്കുന്ന തീരുമാനത്തിലൂടെ ഡു ഓർ ഡൈ ടാക്ടിക്സ് ആണ്. അതായത് പരാജയപ്പെട്ടാൽ അടിക്കുക. ഇതിനോടൊപ്പം സിറിയയ്ക്കുള്ളിൽ ISIS ഭീകരന്മാരെ മൊത്തത്തിൽ തെരഞ്ഞു നടക്കുകയാണ്. സിറിയയ്ക്കുള്ളിൽ SDF എന്ന് പറഞ്ഞ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞ കുർദുകളുടെ കമ്മ്യൂണിറ്റി കൈവശം വെച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പം HTS പിടിച്ചെടുത്തിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ ബേസിനെയും സിറിയ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ബസ്സിൽ അവർ കൃത്യമായിട്ട് അവരെ കയറ്റി ഇപ്പുറത്ത് ജോർദാന്റെ സൈഡിൽ കിടക്കുന്ന അൽത്തന എന്ന് പറഞ്ഞ ആ ഒരു എയർബേസിലേക്ക് ബസ് ത്രൂ ഷട്ടിൽ ചെയ്ത് അവരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കൻ ബേസിനെ തന്നെ ഒഴിപ്പിച്ചിരിക്കുകയാണ് സിറിയ, SDFന്റെ സൈഡിലുണ്ടായിരുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഒരു പരാജയം തന്നെയാണ്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഇനി സിറിയ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്, ഇനി സിറിയ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് അമേരിക്കയുമായിട്ട് അവരുടെ അപ്രോച്ച്, ഇതെല്ലാം ഇനി തന്നെ കാലം തീരുമാനിക്കും ഇനി എന്താണ് അടുത്ത് നടക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്നുള്ളത്. ഗ്രീൻലാൻഡിനെ കുറിച്ച് ട്രംപ് ഇപ്പോഴും ഇച്ചിരി വിഷമത്തിലാണ്. ഗ്രീൻലാൻഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് പീസ് ഓഫ് ഐസ് കേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ച് ലാർജസ്റ്റ് ഐസ് കേക്ക് ആണ്. ഡെൻമാർക്ക് വളരെ വൈകാതെ തന്നെ ആ പീസ് ഓഫ് ഐസിനെ നമുക്ക് സമ്മാനിക്കും, വെരി വെരി സൂൺ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ ഏറ്റവും വേഴ്സ്റ്റ് പ്രസിഡന്റ് അമേരിക്കൻ ചരിത്രത്തിൽ ഉണ്ടായതിൽ വെച്ചിട്ട് ജോ ബൈഡൻ ആണെന്നാണ് പുള്ളിക്കാരന്റെ നിഗമനം. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ജോ ബൈഡനെ അടുത്തിരുത്തിക്കൊണ്ട് അയാളെ എന്തെങ്കിലുമൊക്കെ അപമാനിച്ചാൽ തന്നെയും അയാൾ ചിരിച്ചുകൊണ്ട് ഇറ്റ്സ് ഓക്കെ ഗ്രേറ്റ് എന്നൊക്കെ പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യം പോലെ ഈ ജോ ബൈഡനെ ട്രംപ് അപമാനിക്കുന്നുണ്ട്. അതിനൊരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജോ ബൈഡൻ ശരിക്കും പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന് ഈക്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല, അങ്ങനെയാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ജോ ബൈഡൻ പൊസിഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ റൂൾ ചെയ്തിരുന്നത് ഒബാമയാണ്. ശരിക്കും ജോ ബൈഡൻ അവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. ഒബാമയാണ് ശരിക്കും ട്രംപ് ഈക്വലൈസ് ചെയ്ത് സംസാരിക്കേണ്ടത്. അടുത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 2-3 വിഷയങ്ങളുണ്ട്. അതിൽ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഓയിൽ എവിടെ നിന്ന് വാങ്ങിക്കണം എന്നുള്ളത് ഇന്ത്യയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ അത് മറ്റൊരു രാജ്യമല്ല തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിൽ വളരെ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ്. പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ട് ഇന്നലെ രാവിലെ മുതലേ ആൾക്കാർ ചർച്ച ചെയ്ത വിഷയമാണ്. അതായത് ബ്ലൂംബർഗ് എന്ന് പറഞ്ഞുള്ളൊരു മാധ്യമം, ഈ ബ്ലൂംബർഗ്, BBC, CNN, റോയിട്ടേഴ്സ്, ഇങ്ങനത്തെ കുറേ മാധ്യമങ്ങളുണ്ട്. ഈ മാധ്യമങ്ങളൊന്നും തന്നെ ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടിയോ ഇന്ത്യയുടെ നല്ല വശങ്ങളെ എടുത്തു പറയാനോ അതിനൊന്നുമല്ല ഈ മാധ്യമങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കിക്കോണം. ഞാൻ ആമുഖമായിട്ട് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ബ്ലൂംബർഗ് മാധ്യമത്തിനെതിരെയാണ് പുള്ളിക്കാരൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ബ്ലൂംബർഗ് മാധ്യമം അമേരിക്ക ഇന്ത്യയുടെ താരിഫ് 18% വെട്ടിക്കുറച്ചതിനെ ചൊല്ലി ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിന്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട്
ഒരു ബ്ലണ്ട് സ്റ്റേറ്റ്മെന്റ്. അതാണ് ബ്ലൂംബർഗ് അടിച്ചിറക്കിയത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എവിഡൻസുകളോ ഇതൊന്നും തന്നെ ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ മാധ്യമം പറഞ്ഞു വെച്ചത് അജിത് ഡോവൽ സെപ്റ്റംബർ 2025 അമേരിക്ക വിസിറ്റ് ചെയ്തു. ആ സമയത്ത് മാർക്കോ റൂബിയോയുമായിട്ടൊരു ചർച്ച നടത്തി. അതിനെ തുടർന്നാണ് ശരിക്കും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ അഗ്രസീവായിട്ടുള്ള നിലപാട് വേണ്ട, ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ചേക്കാം എന്ന് അമേരിക്ക തീരുമാനമെടുത്തതായിട്ട് ഈ ബ്ലൂംബർഗ് മാധ്യമം ഒരു ബ്ലണ്ട് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 2025. എന്നിട്ട് ഫെബ്രുവരിയിലാണ് അമേരിക്ക നമുക്ക് താരിഫ് കുറച്ച് തന്നിരിക്കുന്നത്. അപ്പൊ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി 6 മാസം, 5.5 മാസം എടുത്തോ? 5.5 മാസം എടുത്തിട്ടാണോ അജിത് ഡോവൽ അന്ന് പറഞ്ഞ വിഷയത്തിന് റിയാക്ഷൻ ഇന്നുണ്ടായിരിക്കുന്നത്? അപ്പൊ ഇമാതിരിപ്പെട്ട ബ്ലണ്ട് ന്യൂസുകളൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും വിശ്വസിക്കരുത്, ഇത് ഫേക്ക് ആണ്, കംപ്ലീറ്റ്ലി ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് എന്നാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. Keshav, responding to your question regarding report by Bloomberg, I would like to say that there is absolutely no basis for that report. No such meeting or no such visit has taken place. ഈ വിഷയങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാതെ തന്നെ അജിത് ഡോവലിനെ കുറിച്ച് പലതരത്തിലുള്ള വാർത്തകൾ ഇവിടെ രാവിലെ തൊട്ട്. അജിത് ഡോവൽ ബേസിക്കലി അജിത് ഡോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്നുള്ള നിലയിൽ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ അഡ്വൈസർ എന്നുള്ള നിലയിൽ വളരെ മികച്ച വ്യക്തി തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ അജിത് ഡോവലിന്റെ മേഖലയല്ല ഇത്. പിന്നെ തീർച്ചയായിട്ടും അജിത് ഡോവൽ അല്ല ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ ഇന്ത്യയെ തകർക്കാനും ഇന്ത്യക്കും അമേരിക്കയ്ക്കും അഥവാ ഇന്ത്യക്കും മറ്റുള്ള രാജ്യങ്ങൾക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പിൽ വിള്ളലുണ്ടാക്കാൻ മാത്രമേ സഹായകരമാവൂ. അതുകൊണ്ട് ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റുകളിൽ വിശ്വസിച്ച് വാർത്തകൾ കൊടുക്കരുത് എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇത് ഒരു കൈൻഡ് ഓഫ് ട്രാപ്പാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഈ ബ്ലൂംബർഗ് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ മാധ്യമമാണ്. യൂറോപ്പ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പൊ അമേരിക്ക നടത്തുന്ന എല്ലാ പ്രോജക്റ്റുകളിലും ഏഷ്യൻ സൈഡിൽ നിന്നുള്ള അലയൻസിനെയാണ് അവർ ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യയുമായിട്ട് യൂറോപ്പിന് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടെങ്കിലും അത് അണ്ടർ പ്രോസസ്സിംഗിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് യൂറോപ്പിന് ഒരു മുന്നോട്ട് പോക്ക് അസാധ്യമാണ് ഇപ്പം, അത് മനസ്സിലാക്കണം. പക്ഷെ അതേസമയം മറ്റു പല പ്രോജക്റ്റുകളിലും യൂറോപ്പിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പം അമേരിക്ക മുന്നോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് ഡേറ്റാ സെന്റർ പോലത്തെ വിഷയങ്ങളിൽ. അപ്പൊ യൂറോപ്പിന് വേണമെങ്കിൽ ഇന്ത്യക്കുള്ളിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഡേറ്റാ സെന്ററുകൾ തുടങ്ങാം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇവിടെ ടാക്സ്, അതുകൊണ്ടാണ് ഇന്ത്യ ഇവിടെ ടാക്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് 2047 വരെ അടുത്ത 20 വർഷത്തേക്ക് ടാക്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യക്കുള്ളിൽ ഡേറ്റാ സെന്ററുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇന്ത്യ. അപ്പൊ അത് യൂറോപ്പിന് വേണ്ടി തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. കാരണം യൂറോപ്പിന് എനർജി, ഞാൻ ഡേറ്റാ സെന്ററെ കുറിച്ച് ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. 24/7 ഡേറ്റാ സെന്റർ ചലിപ്പിക്കാനുള്ള എനർജി വേണം. ഈ 6 മാസം തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന അവർക്ക് ഹീറ്ററിന് വേണ്ടി തന്നെ ഒരുപാട് എനർജി അവിടെ ആവശ്യമുണ്ട്. ആ സാഹചര്യത്തിൽ അവർക്ക് ഡേറ്റാ സെന്റർ എങ്ങനെ റൺ ചെയ്യാൻ പറ്റുന്നത്? അത് വലിയ ബുദ്ധിമുട്ടാണ്. മാസീവ് ആയിട്ടുള്ള ഡേറ്റാ സെന്റർ അവർക്ക് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയാണ് അടുത്ത ഓപ്ഷൻ. ഈ ഡേറ്റാ സെന്ററിൽ ശരിക്കും പറഞ്ഞാൽ ഇത് 24 hours റൺ ചെയ്യുക മാത്രമല്ല, ഈ ഡേറ്റ സെക്യൂർ ആയിരിക്കണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യവുമായിട്ട് മാത്രമേ ഈ ഡേറ്റാ സെന്റർ എന്ന് പറഞ്ഞ ഈ ഒരു ബിസിനസ് മോഡൽ ഏതൊരു രാജ്യത്തിനും കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പൊ ആ ഒരു ഏരിയയിലാണ് ഇന്ത്യയെ അവർ കാണുന്നത്. 1 മാസത്തിന് മുമ്പ് യൂറോപ്പ് അമേരിക്കയുമായിട്ട് ഈ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയുമായിട്ട് ചേർന്നുള്ള സെക്യൂരിറ്റി സർവൈലൻസ് നമുക്ക് വേണ്ട, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ഷെയറിംഗ് നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കണം എന്നുള്ള ആശയങ്ങളൊക്കെ യൂറോപ്പിന്റെ ഉള്ളിൽ ചർച്ചയാകുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഡേറ്റാ സെന്ററെ കുറിച്ച് വലിയ രീതിയിൽ ചിന്തിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ബേസിക് ലെവൽ തൊട്ടുള്ള 50 രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള റെയർ എർത്ത് എലമെന്റ്സ്, അതിലൂടെ ചിപ്പ് മാനുഫാക്ചറിങ്, അതിലൂടെ ഡേറ്റാ സെന്റർ നിർമ്മിക്കുക. അപ്പൊ അതിനെല്ലാം തന്നെ നിർണായകമായിട്ട് 5-6 രാജ്യങ്ങളെ മാത്രമാണ് ഈ ഡേറ്റാ സെന്ററിലേക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊരു രാജ്യം ഇന്ത്യയാണ്. യൂറോപ്യൻ രാജ്യമില്ല, ഓൺലി നെതർലാൻഡ്. അത് ചിപ്പ് മാനുഫാക്ചറിംഗിൽ മാത്രമാണ് നെതർലാൻഡ് ടെക്നോളജി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ യൂറോപ്പിന് അവിടെ ഒരു സ്ഥാനവും ഇല്ലാതെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ യൂറോപ്പിനെ ചൊടിപ്പിക്കും. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ ഉണ്ട്, ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ റവന്യൂ ബേസ്ഡ് ആണ്. അല്ലാതെ യൂറോപ്പ് ഉടനെ തന്നെ അവരുടെ കൊളോണിയൽ മെന്റാലിറ്റി ഒക്കെ മാറ്റി ഇന്ത്യയുമായിട്ട് അവർ ഈക്വൽ ആയിട്ട് ഓക്കെ ആയി എന്നൊക്കെ വിചാരിക്കരുത്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അതിനൊക്കെ നിങ്ങൾ യൂറോപ്പിന്റെ ചരിത്രം പഠിക്കണം. അതിന് സ്പെയിൻ, പോർച്ചുഗൽ പോലത്തെ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവർ കൊളംബസിനെയും വാസ്കോഡ ഗാമയൊക്കെ ഇവർ കെട്ടി ഇറക്കി വിട്ടത്, അതിന്റെ ചരിത്രമൊക്കെ പഠിക്കണം. വലിയ ഫ്രോഡാണ്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ചരിത്രങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ യൂറോപ്യൻസിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് നേട്ടമാണ്. അതിന് കാരണം ഇന്ത്യയുടെ ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് അത് നേട്ടം ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും അതൊരു സൈഡിൽ നിൽക്കട്ടെ, അത് വേറൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് യൂറോപ്പിലെ മാധ്യമങ്ങൾ ഇന്ത്യക്കും അമേരിക്കയ്ക്കും എതിരെ പല രീതിയിലുള്ള കെട്ടുകഥകളും അടിച്ചിറക്കും.
അപ്പോൾ അതിന്റെ ബേസിക് ലെവൽ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് മാത്രമേ ആ വിഷയത്തിലേക്ക് പ്രാധാന്യം കൊടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് രാജ്യങ്ങളുടെ ബന്ധങ്ങൾ ടാർണിഷ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചെറിയ വിഷയത്തിന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്നും എക്സ്പ്ലനേഷൻ വരേണ്ട കാര്യമില്ലല്ലോ. റഷ്യയിൽ നിന്നും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫുഡ് ഐറ്റംസ് ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു ഇമ്പോർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്നും പോസിബിൾ ആയിട്ട് എന്തെല്ലാം ഇറക്കുമതി ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ഇപ്പോൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് ഐറ്റംസിന്റെ പേര് പറയുന്നുണ്ട്, പക്ഷേ അതിവിടെ റിലവൻ്റ് അല്ല. ഫുഡ് ഐറ്റംസ് മീൻസ് അതിൽ പന്നി മാംസം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങൾ റഷ്യയുമായിട്ട് സഹകരിക്കും, അതാണ് ആ മെസ്സേജ്. അതുപോലെ ഡിഫൻസ് മേഖലയിൽ ഒരുപാട് സ്പെയർ പാർട്സുകളൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രതിഷേധം ശക്തമായ രീതിയിൽ തുടരുകയാണ്. പ്രതിഷേധം മാത്രമല്ല, അവർ ഫൈറ്റ് ചെയ്യാണ്. ഈ ഗ്വാദാർ പോർട്ട് എന്ന് പറഞ്ഞ പോർട്ട് ഇപ്പോഴും അവർ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ ചൈനയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരാൻ പോകുന്നത്, ഈ ബലൂച്ച് മേഖലയെ കൃത്യമായിട്ട് അമേരിക്കയുടെ കൈകളിലേക്ക് പാകിസ്ഥാൻ കൈമാറാൻ പോകുന്നതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും തമ്മിൽ ഇവിടെ ഒരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഈ ഗ്വാദാർ പോർട്ട് ചൈനയ്ക്ക് കൊടുത്ത സമയത്ത് ഇവിടുത്തെ റെയർ എർത്ത് എലമെന്റ്സ് കൊണ്ടുപോകാനുള്ള പെർമിഷൻ കൂടി ചേർത്തിട്ടാണ് ചൈനയ്ക്ക് പാകിസ്ഥാൻ എഴുതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലോഡ് കണക്കിൽ എലമെന്റ്സ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ചൈന ഓൾറെഡി. അതിനുവേണ്ടി തന്നെയാണ് മെയിനായിട്ട് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ പേരിൽ ഈ സീപെക് കോറിഡോർ സ്ഥാപിച്ചത്. ആ കോറിഡോറിലൂടെ ഏറ്റവും കൂടുതൽ കടന്നു പോയിരിക്കുന്നത് ഈ റെയർ എർത്ത് എലമെന്റ്സ് അടങ്ങിയ മണ്ണാണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇപ്പം BLA പ്രൊവിൻസ് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും അവിടെ ഒരു കോമ്പറ്റീഷൻ വരികയാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും അവിടെ ഒരു മത്സരം വരികയാണ്. ഇവിടെ പാകിസ്ഥാൻ വെട്ടിലാകുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഈ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട റെയർ എർത്ത് എലമെന്റ്സിന്റെ പ്രോജക്റ്റ് അത് അത്ര ലോങ് ടേം റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ലോകത്ത് റെയർ എർത്ത് എലമെന്റ്സ് അസറ്റുകളുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ എലമെന്റ്സ് കുഴിച്ചെടുക്കാൻ പറ്റാത്തതിന്റെ സാഹചര്യം എന്താണ്? കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ അന്തരീക്ഷം അത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പൊ അതേപോലത്തെ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷമാണ് പാകിസ്ഥാനിലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ റെയർ എർത്ത് എലമെന്റ്സ് ഡീൽ അത്ര എളുപ്പമാവില്ല അമേരിക്കയ്ക്ക്. ചൈനയ്ക്ക് തന്നെ അത് എളുപ്പമാവില്ല. കാരണം ഈ BLA അതിനെ വളഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ ഇതിന്റെ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്ക, ചൈന, ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ കൂടിച്ചേർന്ന് തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ അവിടെ നിന്ന് റെയർ എർത്ത് എലമെന്റ്സ് എടുക്കാൻ പറ്റൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമേരിക്ക പാകിസ്ഥാനെ മാറ്റി നിർത്തിക്കൊണ്ട് ബലൂചിസ്ഥാനികളോട് കൂട്ടുചേർന്ന് വന്നു കഴിഞ്ഞാൽ, ബലൂചിസ്ഥാനികളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർ കൊടുക്കും നല്ല രീതിയിൽ റെയർ എർത്ത് എലമെന്റ്സ്. അതായിരിക്കും അമേരിക്കയ്ക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം. അല്ലാതെ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡെമോക്രസിയെക്കുറിച്ച് ഘോരഘോര സംസാരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഏതൊക്കെ ഇലക്ഷനുകളിൽ യൂറോപ്യൻ യൂണിയൻ ഇന്റർഫെറൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറെ രാജ്യങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്ലോവാക്യ, അയർലാൻഡ്, മോൾഡോവ, റൊമാനിയ, നെതർലാൻഡ്, ഫ്രാൻസ്, ഈ രാജ്യങ്ങളിലൊക്കെ നടന്ന ഇലക്ഷനിൽ യൂറോപ്യൻ യൂണിയൻ ഇടപെട്ട് അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഡെമോക്രസിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ് ഇവർ. ഇതാണ് യൂറോപ്പിന്റെ പച്ചയായ ഡെമോക്രസിയുടെ യാഥാർത്ഥ്യം. പിന്നെ നമ്മളെ യുക്രൈൻ റഷ്യ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 157 വാർ പ്രിസണേഴ്സിനെ റഷ്യയും ഉക്രൈനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവരുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് സന്തോഷമായിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഇതിന്റെ പുറകിൽ വേറൊരു വാർത്ത വരുന്നത് റഷ്യയും അമേരിക്കയും ബാക്ക്ഗ്രൗണ്ടിൽ രഹസ്യമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് ക്രിയാത്മകമായ രീതിയിൽ ഒരു അറുതി ഉണ്ടാക്കാൻ കഴിയും എന്ന് രണ്ട് രാജ്യങ്ങളും വിശ്വസിക്കുന്നതായിട്ടുള്ള പ്രസ്താവനകളൊക്കെ വരുന്നുണ്ട്. ഉക്രൈനിലെ സെലൻസ്കിക്ക് ഇത് അറിയില്ല. ഇനി സെലൻസ്കി അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇനിയിപ്പം ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്, ഉക്രൈന്റെ നിലപാട് എന്താണെന്നുള്ളതൊക്കെ വീണ്ടും വ്യക്തമാക്കുകയുള്ളൂ. പുള്ളിക്കാരൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, യുദ്ധം നടത്തി പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തിരികെ വേണമെന്നാണ് സെലൻസ്കിയുടെ നിർദ്ദേശം. പുടിൻ അങ്ങനെ പിടിച്ചെടുത്ത സ്ഥലമൊന്നും കൊടുക്കാൻ പോകുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ എത്രത്തോളം സ്ഥലം ഇപ്പം ഉക്രൈന്റെ പക്കലുണ്ടോ അതോടുകൂടി അവസാനിപ്പിച്ചാൽ ബാക്കി എത്രത്തോളം സ്ഥലമുണ്ടോ ആ സ്ഥലം സേവ് ചെയ്തുകൊണ്ട് ഉക്രൈന് രക്ഷപ്പെടാം. പിടിച്ചെടുത്ത സ്ഥലം എനിക്ക് തിരികെ വേണം, എന്നാലേ ഞാൻ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ ദിവസം ഇങ്ങനെ സ്ഥലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് സാഹചര്യം. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറേ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.